വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് ഇപ്പം വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് നമ്മുടെ ചോക്ലേറ്റ് ഹാമ്പേഴ്സ്, അതുപോലുള്ള ഓരോ ഗിഫ്റ്റ് ഐഡിയാസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ചോക്ലേറ്റ് ഐറ്റംസൊക്കെ നമുക്ക് ഇതുപോലുള്ള കുറച്ച് വേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ട് തന്നെ നല്ല അടിപൊളി ഒരു ഗിഫ്റ്റ് ഐഡിയ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന നല്ലൊരു അടിപൊളിയുള്ള ഒരു പൈനാപ്പിൾ ഡെക്കറായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു ബോട്ടിലാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 7up ഒരു ബോട്ടിലാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 7up ബോട്ടിൽ തന്നെ ആവശ്യമില്ല, ഈ ഒരു ഷേപ്പിലുള്ളൊരു ബോട്ടിൽ കിട്ടിയാൽ മതി. ഗ്ലാസ് ബോട്ടിലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. ഇപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ചോക്ലേറ്റ് സ്റ്റിക്ക് ചെയ്യാതിരിക്കുക. ഇവിടെ ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിക് ആകുമ്പോൾ അതിങ്ങനെ ഉരുക്കി ഇങ്ങനെ ശ്രിങ്കായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടണമെന്നില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സൂപ്പർ ഗ്ലൂ അങ്ങനെയുള്ള ഏതെങ്കിലും ഗ്ലൂ യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാം. പിന്നെ വൈൻ ഒക്കെ ഗിഫ്റ്റിംഗ് ആയിട്ട് കൊടുക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഈ ഒരു ഷേപ്പിലുള്ള ബോട്ടിൽ സെലക്ട് ചെയ്ത് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പം ഒരു പ്ലെയിനായിട്ട് ഇതുപോലുള്ളൊരു ബോട്ടിൽ എടുത്തിട്ട് ഇതിൽ ഇതുപോലെ ഒരു ഗോൾഡൻ കളർ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഗോൾഡൻ കളറിലുള്ളൊരു റാപ്പർ വെച്ചിട്ടാണ് ഞാനിതൊന്ന് ഒന്നായിട്ട് റാപ്പ് ചെയ്തെടുക്കുകയാണ്. മൊത്തമായിട്ട് ഈ കവറൊന്ന് ഈ ബോട്ടിലൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഗോൾഡൻ കളർ ഞാനിപ്പോൾ എടുക്കാൻ കാരണം ഞാനിപ്പം യൂസ് ചെയ്യാൻ പോകുന്നത് ഗോൾഡൻ കളറിൽ റാപ്പ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ആണ്. അതിനൊരു മാച്ചായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗോൾഡൻ കളർ ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിന് മാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ബോട്ടിലൊന്ന് റാപ്പ് ചെയ്ത് കവർ ചെയ്തെടുക്കാം. അപ്പം അതൊന്ന് നമുക്ക് റാപ്പ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഗോൾഡൻ റാപ്പർ ഞാൻ ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് 2 പീസായി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആണ് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബോട്ടിൽ ഫുള്ള് ഞാൻ ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഈ ഫെറോ റോഷർ ഒന്ന് ചുറ്റും ഒന്ന് പൈനാപ്പിളിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാ ഞാനിപ്പോൾ 2 ലെയറായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാനിപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പൈനാപ്പിളിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ലീഫും കൂടെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ വേസ്റ്റായിട്ട് കളഞ്ഞിട്ടുള്ള പൈനാപ്പിളിൻ്റെ ആ ഒരു ലീഫാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറച്ച് ദിവസമൊക്കെ നല്ല ഇതുപോലെ തന്നെ ഗ്രീനിഷ് ആയിട്ട് തന്നെ കിട്ടും. അപ്പം അതല്ല നിങ്ങളടുത്ത് ഇപ്പം ഇത് ഷേപ്പിലൊക്കെ ഉള്ള പ്ലാസ്റ്റിക് ലീഫുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പൈനാപ്പിളിൻ്റെ നമുക്ക് എല്ലാവരും വീട്ടിൽ നിന്ന് കിട്ടുമല്ലോ, അപ്പോൾ ഇതുപോലൊരു പൈനാപ്പിളിൻ്റെ ലീഫ് എടുത്ത് ചെയ്തെടുത്താണ്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈപ്പ് ചെയ്താലും മതി. കാരണം ഒരുപാട് ദിവസം മുമ്പൊന്നും നമ്മൾ കൊടുക്കില്ലല്ലോ. എന്തായാലും മാക്സിമം ഒരു 5-6 ദിവസം ഈ ഒരു പൈനാപ്പിളിൻ്റെ ലീഫ് നമുക്ക് ഈ ഒരു കളറിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഗോൾഡൻ അക്രലിക് പെയിൻറ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തതാണ്. അത് നമുക്ക് നല്ല സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗിഫ്റ്റ് ഐഡിയ, ചോക്ലേറ്റ് ഗിഫ്റ്റ് ഐഡിയ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇതിന് ഒന്ന് ട്രാൻസ്പാരൻറ്റ് കവറൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് റാപ്പ് ചെയ്ത് ഗിഫ്റ്റാക്കി റിബണൊക്കെ ചെയ്ത് കൊടുക്കുക. തൽക്കാലം ഞാനതൊന്നും ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലുബ്നാസ് ക്ലൗഡ് ഇൻസ്റ്റാഗ്രാം എല്ലാവരും ഫോളോ ചെയ്യുക. നമുക്ക് അപ്ഡേറ്റ്സ് ഒക്കെ അവിടെ കാണാം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.